അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മക്കൾ നന്നാവാൻ ഉമ്മമാർ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾക്കെല്ലാവർക്കുമുള്ള ഒരു ആഗ്രഹമാണ് മക്കൾ നന്നായി കാണാൻ, സ്വാലിഹീങ്ങളായ മക്കളാവാൻ. മക്കൾ നന്നായാൽ തന്നെ മാതാപിതാക്കൾക്ക് സമാധാനമാണ്, സന്തോഷമാണ്. മാതാപിതാക്കൾ പറഞ്ഞത് കേൾക്കാതെ തോന്നിയ രീതിയിൽ നടക്കുന്ന മക്കളും ഇന്നത്തെ കാലത്തുണ്ട്. ലഹരിക്ക് അടിമപ്പെട്ടും മാതാപിതാക്കളെ വഞ്ചിച്ച് നടക്കുന്ന മക്കളും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. മക്കൾ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്ന ഉമ്മമാർ എത്രയോ പേരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ നാഥാ, സ്വാലിഹീങ്ങളായ മക്കളാക്കണേ റബ്ബേ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ നാഥാ. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. മാതാപിതാക്കളുടെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ആ മക്കൾ സ്വാലിഹീങ്ങളാവും. കാരണം നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു തട്ടിക്കളയില്ല. ചില ഉമ്മമാർ പറയുന്നത് കേൾക്കാം, നീ ഒരിക്കലും നന്നാവില്ല, നീ ഒരിക്കലും ഗുണം പിടിക്കില്ല. ഇങ്ങനെ ശാപവാക്കുകൾ മക്കളെ പറയുന്ന ഉമ്മമാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇങ്ങനെ ഒരിക്കലും നമ്മൾ മക്കളോട് പറയാൻ പാടില്ല. പകരം നമ്മൾ മക്കൾക്ക് വേണ്ടി 5 വക്ത് നിസ്കാര ശേഷവും അവർ നന്നാവാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഉമ്മമാർ എന്ത് പ്രാർത്ഥിച്ചാലും അല്ലാഹു സ്വീകരിക്കും, മക്കൾക്ക് എതിരെയായാലും നല്ലത് വരാനായാലും. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞു തരാം. മക്കൾ നന്നാവാൻ വേണ്ടി എല്ലാവരും ഈ പ്രാർത്ഥന പതിവാക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ഈ പ്രാർത്ഥന ഇവിടെ സ്ക്രീനിൽ കൊടുക്കാൻ, ആവശ്യമുള്ളവർ എഴുതി വെച്ചോ സ്ക്രീൻഷോട്ട് എടുത്തോ ദുആ ചെയ്യുക. ഈ പ്രാർത്ഥന നിങ്ങൾ പതിവാക്കുക മക്കൾക്ക് വേണ്ടി, എന്നിട്ട് ദുആ ചെയ്യുക. മാതാവിൻ്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. അതേപോലെ തന്നെ മാതാപിതാക്കൾ സ്വാലിഹീങ്ങളല്ലെങ്കിൽ, ഉപ്പ ഉമ്മ പ്രശ്നക്കാരാണെങ്കിൽ ആ മക്കൾ ഒരിക്കലും നന്നാകില്ല. ആദ്യം ഉമ്മമാരും ഉപ്പമാരും നന്നാകണം, എന്നാലേ മക്കളും നന്നാവുകയുള്ളൂ. അവരുടെ കുടുംബം തന്നെ അങ്ങനെയാകും. അതേപോലെ തന്നെ മക്കൾക്ക് അറിവ് നമ്മൾ പറഞ്ഞു കൊടുക്കണം, അവരെ പറഞ്ഞ് പഠിപ്പിക്കണം. ഇത് ഓരോ രക്ഷിതാവിൻ്റെയും കടമയാണ്. ഉമ്മയെ ബഹുമാനിക്കണം, ഉപ്പയെ ബഹുമാനിക്കണം, കുടുംബബന്ധം പുലർത്തണം, കള്ള് കുടിക്കാൻ പാടില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ പാടില്ല, തിന്മ ചെയ്യരുത്, അധ്യാപകരെ ആദരിക്കണം, നിസ്കരിക്കണം, നോമ്പ് എടുക്കണം, അല്ലാഹുവിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുക്കണം. 5 വക്ത് നിസ്കരിക്കാനും എന്നും ഖുർആൻ പാരായണം ചെയ്യാനും അവരെ പഠിപ്പിക്കണം, അവരോട് കൽപ്പിക്കണം. മക്കൾക്ക് നല്ല അറിവ് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ അത് ശീലമാക്കാനും നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. യാ ഹാദി യാ അല്ലാ എന്ന ദിക്ർ 100 തവണ ഓതി വെള്ളത്തിൽ ഊതി മന്ത്രിക്കുക. ആ വെള്ളം വെറും വയറ്റിൽ മക്കൾക്ക് കുടിക്കാൻ കൊടുക്കുക. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന, ആ പ്രാർത്ഥനയും എല്ലാ ഉമ്മമാരും പതിവാക്കുക. ഈ യാ ഹാദി എന്ന ദിക്റും 100 തവണ ചൊല്ലി വെള്ളത്തിൽ ഊതി വെറും വയറ്റിൽ മക്കൾക്ക് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മക്കൾ നന്നാകും. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കണേ നാഥാ. ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കുന്ന മക്കളാക്കണേ റബ്ബേ. ശരിയും തെറ്റും തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള മനസ്സ് കൊടുക്കണേ നാഥാ. ആമീൻ. വീഡിയോ ഉപകാരപ്പെട്ടാൽ നൂറ് ദുആ എന്ന ഇസ്ലാമിക് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള ഇസ്ലാമിക വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.